ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു, ഹര ഹര മഹാദേവ്. സ്വസ്തിയിലെ ഗോപിഗോപന്മാർക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഈ മാഘമഹോത്സവത്തില് ഒരുപാട് വ്യക്തിത്വങ്ങളും ഒരുപാട് രീതിയിൽ ഋഷിവര്യന്മാര്, നമ്മുടെ പിതൃക്കള്, ദേവീ ദേവന്മാര്, ഇവരുടെ എല്ലാ അനുഗ്രഹത്തോടൊപ്പം ഇവരെല്ലാവരും ഓരോരുത്തരിൽ ആവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ടാണ് ഇവര് നമുക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് ഈ മാഘമഹോത്സവം ഭക്തജനങ്ങൾക്ക് ഭക്തിയുടെ അനുഭവം ആക്കി കൊടുക്കുന്നത്. അതിൽ ഒരാളാണ് മോഹൻജി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആളുകൾക്ക് അധികം അറിയില്ല. അപ്പോ സ്വസ്തികയിലുള്ള ഗോപിഗോപന്മാർക്ക് പറഞ്ഞു തരാനും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ലൈവിൽ വന്നത്. അദ്ദേഹമാണ് ഇവിടത്തെ അന്നദാനവും. നിങ്ങളിപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ നിള ആരതി കാണുന്നുണ്ട്. ഈ നിള ആരതി നമ്മൾ കണ്ടിട്ടുള്ളത് കാശിയില് സ്നാനഘട്ടത്തിലും വാരണാസിയിലും നമ്മുടെ ഹരിദ്വാറിലും ഒക്കെ ഈ പണ്ഡിറ്റുമാരിൽ നിന്ന് ആരതി ചെയ്യുമ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ട അമ്മമാരും കുട്ടികളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ അവിടെ ചെന്നിട്ട്. അത് സാധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ നിയോഗിച്ച ആളാണ് മോഹൻജി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ പണ്ഡിറ്റുമാരെ കൊണ്ടുവന്ന് ഇവിടെ നിള ആരതി ഇപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ട്, ഭാരതപ്പുഴയുടെ തീരത്തില് നമ്മുടെ മണ്ണില് നിള ആരതി നടക്കുന്നു. അതിന് കാരണക്കാരായ ആളെന്നെ നിങ്ങൾ കാണുമല്ലോ. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾ കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താണ്. ഹരേ കൃഷ്ണ. മോഹൻജി, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു മാഘമഹോത്സവത്തെ കുറിച്ചിട്ട്? ഈ പ്രോഗ്രാം നമ്മൾ ഇത്രയും വലുതാവുന്നൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല. ആനന്ദവനം സ്വാമിജി എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, അതിൽ ആരതിയും അന്നദാനവും ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ ഒരു ഡയമെൻഷൻസിൽ എത്തുന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അതിന്റെ സന്തോഷം കാണുമ്പോൾ അത് എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നുണ്ട്. അതെ, മുഴുവൻ സമയം ഇവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു കാര്യം എല്ലാവർക്കും ഒരു ഉത്തേജനം തന്നിട്ട് വിചാരിക്കണം. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയായിരുന്നു. കാരണം ഇവിടെയുള്ള കേരളത്തിലുള്ള പല ആളുകൾക്കും ഉത്തരേന്ത്യയിൽ പോയിട്ട് ഈ ആരതി തൊഴാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഈ മണ്ണിന്റെ ഖ്യാതി ഉയർത്തുന്നതോടൊപ്പം അതൊക്കെ ഇവിടെ എത്തിച്ചു ഭഗവാൻ സാറിലൂടെ. അപ്പോ അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഇനിയും ഒരുപാട് ഉയർത്തട്ടെ. ഇനി ഇതുപോലെ മാഘമഹോത്സവങ്ങൾ ഒരുപാട് ഇവിടെ നടക്കാനായിട്ട് അങ്ങയുടെ സഹായങ്ങളും അങ്ങയുടെ ടീമിന്റെ മുഴുവൻ സഹായങ്ങളും ഇവിടെ ഉണ്ടാകാനായിട്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.